ഹലോ, അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ട് നല്ല വ്യത്യാസമായിട്ട് നമ്മൾ ഇന്ന് എലടൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് വാഴയ്ക്ക ലീഫ് ഇതൊന്നും എടുക്കുന്നില്ല, വാഴയ്ക്ക ഇല ഇതൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക മറയിട്ട് ചക്കൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ ഇന്ന് എലട ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ആയിട്ട് നമ്മുടെ എലട ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യമായത് ഇവിടെ ഞാൻ ചക്കൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വാഷാക്കിയിട്ട് നല്ല തുണിക്ക് ഒന്ന് തുടച്ച് ഡ്രൈ ആക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് നമ്മൾ വന്ന് നന്നായിട്ട് വാഷാക്കിയിട്ട് ഇവിടെ തുടച്ച് എടുത്ത് വെക്കാനായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാ വറുത്ത അരിയല്ലേ, ആ പൊടിയല്ലേ, വറുത്ത പൊടി, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 2 കപ്പ്. പിന്നെ ഇതിലേക്ക് 2 കപ്പും വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾക്ക് അടുപ്പിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിനി എക്സ്ട്രാ 2-3 ടേബിൾ സ്പൂണ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇനി കട്ട ഇതൊന്നും പിടിക്കാതെ നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഈ രീതി നിങ്ങൾക്ക് പറയുമ്പോൾ ശരിക്കും മാവ് വാട്ടിയെടുക്കുമ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര എളുപ്പത്തിലാണ് ഈ മെത്തേഡ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇനി നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കൈ ഇളകാതെ നമ്മൾക്ക് ഒന്ന് ഇതിലേക്ക് നമ്മൾക്ക് നന്നായിട്ട് കണ്ടിന്യൂ നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് അങ്ങനെ കട്ട പിടിച്ചിട്ട് പോവും. ഇത് ഫസ്റ്റ് ഞങ്ങൾക്ക് ഞാനിപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഇതേപോലത്തെ എല്ലാ മാവ് വിട്ട് വരുന്ന ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് 5 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെക്കണം. അപ്പോഴേക്കും നമ്മൾക്ക് വേറെ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബദാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഡ്രൈ നട്ട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കയ്യിലുണ്ടാവും അത് നട്ട്സ് നിങ്ങൾക്ക് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണായിട്ട് കിസ്മിസും, ഇനി 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യോ അല്ല, പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് ശർക്കര പറയുമ്പോൾ ശരിക്കും 3 കട്ട ഉണ്ടാവില്ലേ നമുക്ക് ശർക്കര കട്ട. അപ്പോൾ ഈ 3 കട്ട ഞാൻ ശർക്കരൻ്റെ എടുത്തിട്ടുണ്ട്, 3 പീസ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ചുക്കപ്പൊടിയും പിന്നെ 1 ടീസ്പൂണായിട്ട് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾക്ക് ഒന്ന് ഇതിലേക്ക് ഇളക്കി കൊടുക്കണം. നന്നായി മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് നമ്മൾക്ക് ഒന്ന് ഇതിലേക്ക് തണുപ്പാക്കാൻ നമ്മൾക്ക് ഈ ഫില്ലിങ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് ഈ ചക്കൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഈ ഇലയ്ക്ക് ഇതേപോലത്തെ കോനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് ഒന്നും വിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ ലോക്കായി നിൽക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ശരിക്കും ഒരു കോണ് പോലത്തെ ഇതേപോലത്തെ ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയ്ക്കൻ്റെ ലീഫ് നിങ്ങളുടെ കയ്യിൽ മറ്റേ ബനാന ലീഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും നിങ്ങൾക്ക്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചക്കൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ മറയുണ്ട് ചക്കൻ്റെ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടും. അത് കാരണം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് ചക്കൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഒരു 4-5 കോണ് തയ്യാറാക്കി എടുക്കുക. പിന്നെ ഞാനിപ്പോൾ 2-3 വെറൈറ്റി ഈ ഒരു ലീഫ് തന്നെ നമ്മൾക്ക് 2-3 മാറ്റി മാറ്റി നമ്മൾക്ക് ചക്ക എലടെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാനത് നെക്സ്റ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇനി നമ്മൾക്ക് ഒരു സ്റ്റീമർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിനി ചൂടാക്കാൻ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ സ്റ്റീം ചെയ്താൽ മതിയാവും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കൈ വെള്ളത്തിൽ നനച്ചിട്ട് ജസ്റ്റ് നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന് മാവ് കുറച്ചുകൂടെ, പക്ഷേ പൊതുവെ സോഫ്റ്റ് ഉണ്ട് മാവ്, പക്ഷെ കുറച്ചുകൂടി നമ്മൾക്ക് ഇതേപോലത്തെ സ്പ്രെഡ് ആക്കാൻ പറ്റുന്നുണ്ട് അനുസരിച്ചിട്ട് നമ്മൾക്ക് ഒന്ന് കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന്, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഇങ്ങനെ കോൺ പോലത്തെ നമ്മുടെ ഐസ്ക്രീം കോൺ പോലത്തെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലേ, ഇതിൽ പക്ഷേ ഒരുപാട് കട്ടിയായിട്ട് മാവ് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് നമ്മൾക്കൊന്ന് തിന്നായിട്ട് തന്നെ നമ്മൾക്ക് ലെയർ ഒന്നും ഈ മാവിൻ്റെ ഒന്ന് തേച്ചാൽ മതി. ഒരുപാട് കട്ടിലൊന്നും വെച്ച് കൊടുക്കണ്ട. അപ്പോൾ അത് ഒരു മാവ് തിന്നുമ്പോൾ ഒരു
ഫില്ലിങ് ഉണ്ടാവും. ശരിക്കും നമുക്ക് എല്ലടൻ്റെ ഒരു ആ ഫീല് വരുന്നില്ല. അത് കാരണം ഞാൻ പറയുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് ഒരുപാട് കട്ടിയായിട്ട് മാവ് വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഒരു കുഴി പോലത്തെ ആക്കി എടുക്കണം കേട്ടോ അതിനുള്ളിൽ. അപ്പോൾ നമ്മൾക്ക് ഈ ഫില്ലിങ് നേരത്തെ തയ്യാറാക്കി വെച്ചല്ലേ, നമ്മുടെ ഈ ഫില്ലിങ് ഇതെല്ലാം നടത്ത് നമ്മൾക്ക് വെച്ചിട്ട് ഇനി നമ്മൾക്ക് ഇതേപോലത്തെ വേണമെങ്കിൽ ലോക്ക് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റത്തെ ഒരു മെത്തേഡ് തന്നെ. ഇനി ഞാൻ അടുത്തിന് വേറെ ഒന്ന് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതേപോലത്തെ ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ലോക്കാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതേ ഫസ്റ്റ് നമ്മൾക്ക് ഈ രീതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെയ്താൽ മതിയാവും. അല്ലാണ്ട് ഞാൻ ഇനി 2 വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഒന്ന് നമ്മൾ ഇതേപോലത്തെ തയ്യാറാക്കി എടുത്ത് പിന്നെ അടുത്ത നമ്മൾക്ക് ഒരു ഐസ്ക്രീം കോണ് പോലത്തെ തയ്യാറാക്കി എടുക്കട്ടെ. നമ്മൾക്ക് ഇനി ഇതൊരു സമൂസൻ്റെ ഷേപ്പ് പോലത്തെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഐസ്ക്രീം കോൺ എങ്ങനെ ഉണ്ടാവില്ലേ ആ രീതിക്ക് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ഒറ്റ ഇലയ്ക്ക് നമ്മൾക്ക് വെറൈറ്റി ആയിട്ട് ഡിസൈനായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കട്ടെ. പക്ഷേ ഇത് എന്ത് ഡിസൈൻ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒന്ന് ഫില്ലിങ് ആക്കി വെച്ചിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഇതേപോലത്തെ ഒട്ടിച്ചല്ലേ, ഇപ്പോൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നൈസായിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ മേലും നമ്മുടെ മാവിൻ്റെ ഒന്ന് ലെയറാക്കി കൊടുത്താൽ മതിയാവട്ടെ. ഇതേപോലത്തെ ഒന്ന് നൈസായിട്ടൊന്ന് ശരിക്കും നമ്മൾക്ക് മൂടി വയ്ക്കുമല്ലേ അതേപോലത്തെ നമ്മൾക്ക് ഇനി ഇതിലേക്ക് മാവ് നമ്മൾക്ക് ഒന്ന് വെച്ചാൽ മതി ഇതിൽ മേൽ. പക്ഷെ ഒരുപാട് കട്ടിൽ വെക്കണ്ട. ഇപ്പോൾ ഇത് രണ്ടാമത്തായി. ഇനി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു എന്തെങ്കിലും താഴെ നമ്മൾക്ക് ബോർഡ് എടുത്തിട്ട് അപ്പോൾ ചോപ്പിംഗ് ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിൻ്റെ ബോർഡോ എന്ത് വേണമെങ്കിൽ എടുത്തിട്ട് ഇതേപോലത്തെ ഒന്ന് മാവ് നന്നായിട്ട് പിന്നെ ലെയറിൽ നമ്മൾ കട്ടിയായിട്ട് വെക്കേണ്ടിട്ട് നല്ല നൈസായിട്ട് നമ്മൾക്ക് ഒന്നും ലെയർ ഒന്നും മാവിൻ്റെ ഒന്നും ഫസ്റ്റ് തേച്ചിട്ട് ഇതിൽ മേലെ നമ്മൾക്ക് എത്ര ഫില്ലിങ് അതിനുള്ളിൽ ചേർക്കാൻ പറ്റുന്നുണ്ട് അത്രയും ഫില്ലിങ് നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ആക്കിയിട്ട് ഇതേപോലത്തെ ഒന്ന് മടിക്കാൻ മതി. അപ്പോൾ ഇത് ഒരുപാട് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ ഉണ്ട് അതേപോലത്തെ നിങ്ങൾക്ക് ഒന്നും അതേപോലത്തെ ഒന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ഇലയ്ക്ക് 2-3 രീതിക്ക് നമ്മൾക്ക് ഇലയുടെ തയ്യാറാക്കി എടുക്കാതെ ഈ റെസിപ്പിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എത്രയും നമ്മൾക്ക് ഇതാ നല്ല ഇഡ്ഡലി ചട്ടി നമ്മൾക്ക് ചൂടായിട്ടുണ്ട്. അതിൽ എത്ര പേസ് ഉണ്ട് അതനുസരിച്ചിട്ട് നമ്മൾക്ക് 4-5 എത്ര വെക്കാൻ പറ്റുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് 10-15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്കൊന്ന് സ്റ്റീം ആക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും. അതില്ലെങ്കിൽ പിന്നെ എല്ലാ വീട്ടിലും ഇഡ്ഡലി ചട്ടി അവൈലബിൾ അല്ലേ. അപ്പോൾ അത് ഇതേപോലത്തെ നമ്മൾക്കൊന്ന് സ്റ്റീം ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ ബാലൻസ് ആയത് മാവ് ഞാനിപ്പോൾ എല്ലാം അതേപോലത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് നമുക്ക് സ്റ്റീം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത ബാച്ച് ഇതേപോലത്തെ ഒന്ന് നമ്മൾക്ക് ഒന്ന് സ്റ്റീം ആക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കുറച്ച് സമയത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാവരുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഇങ്ങനെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾക്ക് ശരിക്കും ഒരു ഐസ്ക്രീം കോണ് പോലെ തന്നെ നമ്മൾക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടെക്സ്ചർ തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ മറക്കണ്ട. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായി, എന്താ ഇഷ്ടമായിട്ടില്ല, എന്താ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാനോ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്തായിട്ട് നിങ്ങൾ കമൻറ്റ്സ് വരുമ്പോൾ കൂടുതൽ ഹാപ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഈ വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഒന്ന് പകുതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ലീഫിൽ നമ്മുടെ ഇത് തേച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പകുതി മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതാ ലീഫിൻ്റെ ഒരു ഇത് കിട്ടിയില്ലേ, ഒരു ലീഫിൻ്റെ
വെറൈറ്റി ആയിട്ട് കിട്ടിയല്ലേ ഡിസൈനായിട്ട്. അപ്പോൾ അതാ നമ്മൾക്ക് എല്ലാം ഉള്ളട നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഇതേപോലത്തെ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്ക് എല്ലാവരും താങ്ക് യു, നന്ദി, സ്റ്റേ ഹാപ്പി.